പ്ലെയിനാ എവിടെ പ്ലെയിൻ? ഇതുകൊണ്ട് പ്ലെയിനാ എവിടെ പോണ്? ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പോത്തങ്കോട് ചേമ്പോട്ട് കൊണ്ടുവരുന്നത് മടവൂർ പാറയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന പോലെ തന്നെ ഒരു വലിയൊരു പാറയാണ്. ഇവിടെ കയറാൻ വേണ്ടി ടിക്കറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നട്ടുച്ച സമയത്താണ്, 1 മണി സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ പോലും ഇവിടെ ആൾക്കാർ കുറേ കപ്പിൾസും അല്ലാതെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. മടവൂർ പാറ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ബൈക്കിലാണ് യാത്ര. ഞാനും കൊച്ചും രാഹിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പോത്തങ്കോട് നിന്ന് അടുത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. നേരെ കാണുന്നത് മടവൂർ പാറയാണ്. ഒരു വലിയൊരു പാറയാണ് ഈ മടവൂർ പാറ. അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതും പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളതുമാണ് ഈ പാറ. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരെ കാണുന്ന ഗേറ്റിന് അപ്പുറത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. അവിടെയാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താഴെ കൂടെ ഒരു വഴിയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ക്ഷേത്രത്തിന് അതുവഴി ഒരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി പോകുന്നത് ഒരു റോപ്പിലൂടെയൊക്കെ പിടിച്ച് കയറണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുകളിലൂടെ ഉള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത്. വണ്ടി ഒതുക്കിയിട്ട് ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന ആർച്ച് മടവൂർ പാറ സംരക്ഷിത സ്മാരകം. അതിന് അടുത്തായിട്ട് തന്നെ കുറച്ച് മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ID കാർഡ് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ID കാർഡ് വെച്ച് കാണിച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയും. കയറുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഗാർഡനാണ് കാണുന്നത്. ഗാർഡനോട് ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്ന് ചെല്ലുന്നത് പാറയിലേക്കാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് ഉച്ച 1 മണി സമയത്താണ്. നട്ടുച്ചയ്ക്ക് 1 മണി സമയത്താണ് എത്തിയിരിക്കുന്നത്. പാറയുടെ മുകളിൽ ഇതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. പാറയുടെ മുകളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് കുടിലുകളും അതുപോലെ ഇരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പാറ തന്നെയാണ് ഈ മടവൂർ പാറ. വെയിലിൻ്റെ തീക്ഷ്ണത കൊണ്ട് തന്നെയാണ് പാറയുടെ പുറത്തുള്ള പുല്ലും ചെടികളും എല്ലാം നല്ല കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. ഈ ഉച്ച സമയമാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാറയിൽ വേറെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അത്ര വലിയ ഡേഞ്ചറായിട്ടുള്ള പാറയൊന്നുമല്ല. ഇത് കാണുന്ന ഒരു ചെറിയൊരു കുളമാണ്. ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈഡ് വ്യൂ കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും മുള കൊണ്ടുള്ള കുടിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് ഒരു മുള കൊണ്ട് ക്രമീകരിച്ചിട്ടുള്ളൊരു ബ്രിഡ്ജും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വിഷ്വലിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ്, വലിയൊരു ഓപ്പൺ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ താഴേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പടിക്കെട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ താഴേക്ക് നടന്നു പോവുകയാണ്. പടിക്കെട്ടിലൂടെ നടന്ന് താഴെ എത്തുമ്പോൾ നമുക്ക് ഇതാണ് കാണാൻ സാധിക്കുക. അവിടെ ഒരു കുളം ഉണ്ട്. അവിടെയും നമ്മുടെ മടവൂർ പാറയുടെ സമയക്രമീകരണങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. താഴെ നിൽക്കുമ്പോൾ നമുക്ക് മടവൂർ പാറയുടെ യഥാർത്ഥ വലിപ്പം ഒന്ന് കാണാൻ പറ്റും. എത്രത്തോളം വലിപ്പമുണ്ട് ഈ പാറ എന്നുള്ളത് നമുക്ക് താഴെ നിന്ന് നന്നായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആദ്യം പോയ വഴി, അത് ഇതുവഴിയാണ് കയറി മുകളിലേക്ക് പോകാനുള്ളത്. ഈ സൈഡല്ല, കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ആ വഴി. ഒരു ചെറിയൊരു വഴിയുണ്ട്, ഗേറ്റ് തുറന്ന് ആ വഴി ഒരു പെട്ടിക്കട അവിടെ വെച്ചിട്ടുണ്ട്. അതുവഴി കയറി വരാൻ പറ്റും. മടവൂർ പാറയുടെ നമ്മൾ കുറേ പടിക്കെട്ടുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇതുവരെ സ്റ്റെപ്പുകൾ വച്ചിട്ടുള്ളൂ. ഇനി വേറെ വഴിയുള്ളതായിട്ട് കാണാനില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങോട്ടും പാറയുണ്ട്. നമുക്ക് താഴെ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുടെ ഉണ്ട്. താഴെ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് നിന്ന്
വരാനുള്ള ഒരു വഴിയും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ വേറെ വഴിയോ കാര്യങ്ങളോ അടയാളങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. കുറച്ചപ്പുറത്ത് നോ എൻട്രി എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ താഴെ വന്ന വഴിയാണ് തോന്നുന്നു. ഇറങ്ങി വന്ന പടിക്കെട്ടാണിത്. നമ്മൾ തിരിച്ച് കയറി പോയാണ്. മുകളിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കുടിൽ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഉച്ച സമയത്ത് ആരും വരാതിരിക്കും, നല്ല വെയിലുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. മടവൂർ പാറയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് ഈ ബാംബു ബ്രിഡ്ജ് തന്നെയാണ്. കുറച്ച് ദൂരം ഒരു 100 മീറ്റർ നടന്ന് കാണാൻ പറ്റുന്ന തരത്തിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് കയറാൻ സാധിച്ചില്ല. കുറച്ച് ദൂരത്ത് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതും മിസ്സായി. എന്ത് കാരണമാണെന്ന് അറിയില്ല, അതുവഴി കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മടവൂർ പാറ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഉച്ച സമയത്ത് വരാതിരിക്കുക, വെയിലുണ്ട്. അപ്പോൾ നിങ്ങളോട് വേറൊന്നും പറയാനില്ല. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഓൾ കേരള ട്രിപ്പ് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടായിരിക്കുക. അടുത്തൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.